ഉപേക്ഷിച്ചു പോയത്? പാൽക്കഞ്ഞി കുടിക്കാൻ കൊതിയാവുന്നു അമ്മേ. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഉണ്ണിമോൾക്ക് വേണ്ടുവോളം പാൽക്കഞ്ഞി കിട്ടിയാനെ. പാൽക്കഞ്ഞി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ചിറ്റമ്മ എന്നെ നോവിക്കാതിരുന്നാ മതിയായിരുന്നു. ഇതെന്താ ഇങ്ങനെ? ചെവി വല്ലാതെ ചുവന്നു തുടുത്തിരിക്കുന്നല്ലോ. എന്തു പറ്റി മോളെ? ഒരു പ്രാണി വന്ന് കുത്തിയതാ. ഞാൻ ഒത്തിരി ചുരുങ്ങു, അതുകൊണ്ട് ചുവന്നതാ. മോളെ എഴുന്നേക്ക്, എഴുന്നേക്ക് മോളെ. ആ, എന്താ കപിലേ ഇത്? പാൽക്കഞ്ഞി മുഴുവൻ മോൻ തട്ടിച്ചെരിച്ചു. ഒക്കെ ഇവള് കാരണോ? ദേ, എന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോ ഇവളോട് അവിടെ വന്ന് നോക്കി നിൽക്കരുതെന്ന് പറയണം. ഇങ്ങനെയുണ്ട് ഒരു കൊതിക്കണ്ണ്. അതിന് നീ ചെവി പിടിച്ച് തിരിക്കണോ? ഓഹോ, അപ്പൊ അതൊക്കെ അച്ഛനോട് പൊന്നുമോൾ ഓതി കൊടുത്തോ? ഓതിയില്ല, ഇവൾ ഓതുകയില്ല. അച്ഛനും ചിറ്റമ്മയും തമ്മിലടിച്ച് കുടുംബ സമാധാനം തകർക്കരുതെന്ന തിരിച്ചറിവ് ഇപ്പോഴേ ഈ കുഞ്ഞു മനസ്സിനുണ്ടായി. അറിയോ നിനക്ക്, ഇവളെ വേദനിപ്പിച്ച് തെറ്റായിപ്പോയി കപിലേ. അത് വേണ്ടായിരുന്നു കപിലേ. ഉണ്ണിമോള് നീ പ്രസവിച്ച കുഞ്ഞല്ലെങ്കിലും എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞാ. ഒരല്പം കനിവും കാര്യവുമൊക്കെ ഉണ്ണിമോളോട് നിനക്കുണ്ടാവണം. അത് നിന്റെ കടമയാണ്. ഏത് കാര്യത്തിനും ആദ്യ പരിഗണന നമ്മുടെ മകനെ തന്നെ കൊടുത്തോളൂ. അത് കഴിഞ്ഞ് ഒരു പോറ്റമ്മയുടെ മേൽനോട്ടവും ശ്രദ്ധയുമൊക്കെ ഉണ്ണിമോൾക്കും ആവാം. അത് മതി, അത്രയൊക്കെ വേണ്ടൂ. അത് നീ ചെയ്യണം. കാത് കേൾക്കാത്ത ഈ പാവം കുഞ്ഞിനോട് ചിറ്റമ്മ പൊരു കാട്ടിയാൽ ദൈവകോപം ഉണ്ടാവുമെന്ന് മറന്നു പോകരുത്. ദൈവകോപം? ഇവൾ പിറന്നു വീണ അധിക നാൾ കഴിയുന്നതിന് മുമ്പ് പെറ്റമ്മ മരിച്ചു. ജന്മനാ ബധിരയും. ഇവൾ ഏത് ശാപജന്മമാണ് കപിലേ? അതെ, ഇത്തരക്കാരോടൊക്കെ അല്പം ക്രൂരതയാവാം. കനിവ് കാട്ടിയാലാണ് ദൈവകോപം ഉണ്ടാവുക. അച്ഛൻ പൊട്ടിയാണെങ്കിലും മുഖഭാവങ്ങളിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അച്ഛാ, അച്ഛാ, ഈ ഉണ്ണിമോൾ അച്ഛനൊരു ഭാരമായോ? ഏയ്, എൻ്റെ പൊന്നുമോൾ അച്ഛന് ഭാരമെന്നോ? ഇല്ല മോളെ, നീ അച്ഛൻ്റെ നിധിയാണ്, അച്ഛൻ്റെ പുണ്യം. എൻ്റെ മോൾക്ക് അച്ഛൻ പാൽക്കഞ്ഞി വെച്ചേരാം. മോളെ വയറു നിറച്ച് ഊട്ടിയിട്ടേ അച്ഛൻ ഇന്ന് ജലപാനം പോലും കഴിക്കൂ. പോരെ? യാദവ് മുഖ്യരെ, നാരദമുനി ഈ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നു. ദേവർഷി ഈ ഉള്ളവന്റെ ഭവനത്തിൽ എഴുന്നള്ളുന്നെന്നോ? യാദവകുമാര, കിണ്ടി നിറച്ച് ശുദ്ധജലവും പുഷ്പങ്ങളും എടുത്ത് പൂമുഖത്ത് വെച്ചോളൂ. അടിയൻ. ഒരു മുന്നറിയിപ്പുമില്ലാതെ മഹാമുനിയുടെ വരവ്. അർഘ്യപാദ്യങ്ങളൊന്നും തയ്യാറില്ലല്ലോ. ആ, ഒരു താലത്തിൽ മധുരഫലങ്ങളും പാലും എടുത്തു വെച്ചോളൂ. അച്ഛാ, എന്താണ് ഇത്രയും സന്തോഷം? ഞാനും കൂടി ഒന്ന് അറിയട്ടെ. കുട്ടിയെ എങ്ങനെയാ ഒന്ന് അറിയിക്കുക? ആ മോളെ, ഈ മോക്ക് മനസ്സിലായോ? നാരദ മഹർഷി വരുന്നു. ആ, അത് തന്നെ. വരട്ടെ, എനിക്കും കാണാലോ നാരദരെ. പിന്നെ മോൾക്കും കൺകുളിർക്ക കാണാം. ഉണ്ണിമോൾ എന്ന് മഹാമുനിയെ കാണണ്ട. അതെന്താ? അവള് പഴഞ്ചോറ് കഴിച്ചപ്പോ അശുദ്ധിയായിരിക്കുന്നു. അശുദ്ധമായി മഹാമുനിയുടെ മുന്നിൽ ചെല്ലാൻ പാടുണ്ടോ? ദിവ്യശക്തിയുള്ള മഹാത്മാവല്ലേ. നീരസം തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ദോഷം ഉണ്ണിമോൾക്കാ. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്.
അപ്പോ ഉണ്ണിമോള് ഉണ്ണിമോള് അവളുടെ അമ്മയുടെ ശയ്യയിൽ പോയിരിക്കട്ടെ. ദേ, ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. മരിച്ചുപോയ കലാവതിയിൽ അങ്ങേക്ക് ഇങ്ങനൊരു മകളുണ്ടെന്ന കാര്യം ഇപ്പൊ മഹാമുനി അറിയണ്ട. എന്താ? എന്നാൽ അങ്ങനെ ആവട്ടെ. നാരായണ നാരായണ. ദേവർഷിയായ മഹാമുനെ, അങ്ങേക്ക് ഈയുള്ളവന്റെ ഭവനത്തിലേക്ക് സ്വാഗതം. നാരായണ നാരായണ. നാം സംപ്രീതനായിരിക്കുന്നു. ഈയുള്ളവന്റെ മഹാഭാഗ്യം. സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളുടെ ആസ്ഥാനങ്ങളായ ബ്രഹ്മലോകത്തും കൈലാസത്തിലും വൈകുണ്ഠത്തിലും അസംഖ്യമായി പതിഞ്ഞ അവിടുത്തെ കാലടികൾ ഇന്ന് ഈയുള്ളവന്റെ ഭവനത്തിലും പതിഞ്ഞിരിക്കുന്നു. ഈ വൃഷഭാനു അത്രയ്ക്ക് മഹാപുണ്യം ചെയ്തവനാണോ ബ്രഹ്മർഷേ? സന്ദേഹമേ വേണ്ട. വൃഷഭാനു കോടി പുണ്യം ചെയ്തവനാണെന്ന് ധരിച്ചാലും വൃഷഭാനുവിന്റെ ഭാര്യ കപില അല്ലേ? ഭാഗ്യവതിയാണ്. പക്ഷേ ഭാഗ്യദേവത കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആട്ടിയകറ്റി മൂശേട്ടയെ കൂടിയിരുത്താനാണ് താല്പര്യം. നാരായണ നാരായണ. അങ്ങയുടെ ആഗമനോദ്ദേശം അറിയിച്ചാലും. നാം ബാലക ദർശനാർത്ഥം അമ്പാടിയിൽ പോയിരുന്നു. കൃഷ്ണനെയും ബലരാമനെയും കണ്ടു. ബാലദർശനം നമുക്ക് പ്രിയങ്കരമാണ്. ബാലികാദർശനവും. വൃഷഭാനുവിന് മക്കളായി ബാലികാബാലന്മാരുണ്ടാവുമല്ലോ, ഇല്ലേ? മഹാമുനെ, 3 വയസ്സുള്ള ഒരു ബാലകനെ ഇവിടെ ഉള്ളൂ. എങ്കിൽ കൊണ്ടുവരൂ, നാം അവനെ ഒന്ന് ദർശിക്കട്ടെ. സമർത്ഥനാണ്, ഭാഗ്യവാനുമാണ്. നന്നായി വരും. കൊണ്ടുവയ്ക്കുള്ളൂ. ആ, നമുക്കുടനെ വൈകുണ്ഠത്തിലെത്തേണ്ടിയിരിക്കുന്നു. നാം ഇറങ്ങുകയാണ്. ഇത്ര പെട്ടെന്നോ മഹാത്മൻ? ആദിത്യ മര്യാദകളൊന്നും? ഇനി ഒരിക്കൽ വരാം. ഒക്കെ അപ്പോൾ പാലിച്ചാൽ മതി. നാരായണ നാരായണ. എന്താ മഹാമുനെ, ആരെയാ നോക്കുന്നത്? ഇവിടെ ഒരു ബാലകൻ മാത്രമല്ലല്ലോ, ഒരു ബാലികയും ഉണ്ടാവണമല്ലോ. നാരായണ നാരായണ. യാദവപദേ, ഒരു ബാലിക കൂടിയില്ലേ? ഉണ്ട് മഹാത്മാവേ. ഈയുള്ളവന്റെ മരിച്ചുപോയ ഭാര്യ കലാവതിയിൽ പിറന്ന മകൾ ഉണ്ണിമോള് ജന്മനാ ബധിരയാണ്. പഴഞ്ചോറ് ഭക്ഷിച്ച് അശുദ്ധിയായതുകൊണ്ട് അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ അനുവദിച്ചില്ല. യാദവപദേ, നിങ്ങൾ എന്ത് അവിവേകമാണ് ഈ പറയുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങൾ അമേദ്യ പ്രക്ഷാളനം നടത്തിയില്ലെങ്കിൽ കൂടി അശുദ്ധരാകുന്നില്ല എന്ന് ധരിച്ചോളൂ. വിശപ്പ് സഹിയാഞ്ഞിട്ടല്ലേ കുഞ്ഞ് പഴകിയ ഭക്ഷണം കഴിച്ചത്? പിന്നെ കുഞ്ഞേറെ മോഹിച്ചത് പാൽക്കഞ്ഞിയുമാണല്ലോ, അല്ലേ? യാദവപദേ, നമുക്ക് ആ ബാലികയെയും കാണണം. അരുത് മഹാമുനെ. യാത്രയ്ക്കായി മുന്നോട്ട് വെച്ച പാദങ്ങൾ ഇനി പിന്നോട്ട് പതിയരുതല്ലോ. കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. മുന്നോട്ട് വച്ച പാദങ്ങളെ പിന്നോട്ട് നയിക്കുന്നതും പിന്നോട്ട് വച്ച പാദങ്ങളെ പിന്നെങ്ങോട്ടും നയിക്കുന്നതും പരാശക്തിയാണല്ലോ.
നാം കുഞ്ഞിനെ അങ്ങോട്ട് ചെന്ന് കണ്ടുകൊള്ളാം. അങ്ങനെയാണ് വേണ്ടതും.